തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് ബ്രദർ സോജൻ സാമുവൽ ട്രിച്ചൂർ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ധ്യാനത്തിനായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുകയാണ്, മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പൗലോസ് തന്റെ വ്യക്തിപരമായ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യം തിമോഥെയോസിനോട് പറയുന്നത്. പൗലോസ് ഈ ദൈവകൃപയിലാണ് ശക്തിപ്പെടുവാനായിട്ട് ഇടയായത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ശരീരത്തിൽ ഉണ്ടായ ബലഹീനത മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. താൻ 3 വട്ടം ഈ കാര്യത്തിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കർത്താവ് പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ ബലം നൽകുവാൻ എന്റെ കൃപ മതി. എന്റെ കൃപ നിനക്ക് ലഭിക്കുമ്പോൾ നിനക്ക് ബലം ലഭിക്കുവാനായി ഇടയാകും. നീ ഏതെല്ലാം ബലഹീനമായ അവസ്ഥയിൽ ആയിരുന്നാലും ദൈവകൃപ നിന്നെ ശക്തിപ്പെടുത്തും. ആ ബലഹീനത സഹിക്കുവാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. കർത്താവ് പൗലോസിന്റെ ശരീരത്തിലെ ബലഹീനത മാറ്റിയില്ല, മറിച്ച് അത് സഹിക്കുവാനുള്ള ദൈവകൃപ അവന് നൽകി. പൗലോസ് ആ ബലഹീനത മാറാത്തതുകൊണ്ട് ദൈവത്തോട് പിറുപിറുത്തില്ല, മറിച്ച് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ വസിക്കേണ്ടതിന് ഞാനത് സന്തോഷത്തോടെ സഹിക്കും. ദൈവകൃപ എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. നമ്മുടെ ബലഹീനതയിൽ ബലം നൽകുന്ന ദൈവകൃപ, ഈ ക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. പൗലോസ് തന്റെ ശരീരത്തിൽ അനുഭവിച്ച ക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചാണ് തിമോഥെയോസിനോട് പറയുന്നത്. ഫിലിപ്പ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ക്രിസ്തുവിന്റെ കൃപ എന്നെ ശക്തനാക്കുമ്പോൾ ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസ് തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ ദൈവകൃപയിൽ ശക്തിപ്പെടുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീയും ഈ ക്രിസ്തുവിന്റെ കൃപയാൽ ശക്തിപ്പെടണം. വിശ്വാസികളായ നമുക്കും ഈ ദൈവകൃപയില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിന്റെ കൃപയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ കൃപയാണ് നമ്മെ വഴി നടത്തുന്നത്. നമ്മുടെ ബലഹീനതയിൽ ബലം നൽകുന്നത് ക്രിസ്തുവിന്റെ കൃപയാണ്. ക്രിസ്തുവിന്റെ കൃപയാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ശക്തി കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അതിന് ക്രിസ്തുവിന്റെ കൃപ ആവശ്യമാണ്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്? ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവന്റെ കൃപ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ നാം എങ്ങനെയാണ് ക്രിസ്തുവുമായി ബന്ധത്തിൽ ആയിരിക്കുന്നത്? നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ മറ്റു പലതുമായിട്ടാണോ ബന്ധമുള്ളത്? ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ കൃപയിൽ ശക്തിപ്പെടണമെങ്കിൽ ക്രിസ്തുവുമായി
അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം. ക്രിസ്തുവുമായി ഒരു പിരിയാത്ത ബന്ധം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാം ഏതു സാഹചര്യത്തിലായാലും, കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും വേദനയുടെയും ഏത് ബലഹീനമായ അവസ്ഥയിലായാലും ആ ക്രിസ്തുവിന്റെ കൃപ നമ്മെ ശക്തിപ്പെടുത്തും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ ആശ്വസിപ്പിക്കും. വരും ദിവസങ്ങളിൽ ആ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ടു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.